വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ പ്രസിഡന്റ് പ്രിയപ്പെട്ട കോമതിയിലും പ്രിയങ്കരനായ കേരളത്തിൻ്റെ അഭിമാനമായ US അംബാസഡറായി പ്രവർത്തിച്ച എന്നും ലോകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ മലയാളിയെ കൃത്യമായി അറിയിക്കുന്ന ശ്രീനിവാസൻ അവർക്ക് ഏറ്റവും ഫലപ്രദമായ നിലയിൽ IAS ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ഇപ്പോഴും പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്ന ഒറീസയിലെ ആദിവാസികളോടൊപ്പം ഒരു വർഷത്തിലൊരിക്കൽ ദിവസങ്ങൾ ചെലവഴിക്കുന്ന പണ്ടെൻ്റെ ഞാൻ കോട്ടയത്ത് MP ആയിരിക്കണം എൻ്റെ കളക്ടർ കൂടിയായിരുന്ന PS കുര്യൻ അവർ, പ്രിയങ്കരനായ ഐസക്, അതെ രണ്ടു തവണ എനിക്ക് MP-യുടെ സർട്ടിഫിക്കറ്റ് തന്ന ആളാണ്. പ്രിയങ്കരനായ ഐസക്, ജോണി ഗ്ലോബൽ ചെയർമാൻ, ഗ്ലോബൽ സെക്രട്ടറി നമ്മുടെ CI ബിജു, പ്രിയപ്പെട്ട മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെയാണ് ഞാൻ വന്നത്, ഇന്ന് വൈകിട്ട് മടങ്ങിപ്പോവുകയും അതിനിടയിൽ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ദൗത്യമാണ്. സേ നോ ടു ഡ്രഗ്സ് എന്നൊരു ക്യാമ്പയിൻ ഞാൻ കേരളത്തിൽ ആരംഭിച്ചിരുന്നു. പ്രൗഡ് കേരള എന്ന ഒരു NGO, ഞാൻ അതിൻ്റെ രക്ഷാധികാരിയാണ്. അതിൻ്റെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്ത് നടത്തി, കൊല്ലത്ത് നടത്തി, കോഴിക്കോട്. അത് ആയിരക്കണക്കിന് ആളുകളെ, രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സാമൂഹിക മത സാംസ്കാരിക നേതാക്കന്മാരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വാക്കത്തോണാണ്. ഇതിന് ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുക്കും. ഇന്ന് നമ്മുടെ നാട് ഒരു കൊളംബിയയായി മാറാൻ പാടില്ല. നമ്മുടെ കുട്ടികൾ പഞ്ചാബിൽ സംഭവിക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. രാസലഹരി ഇന്ന് കേരളത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഉറവിടം കണ്ടെത്തി അതില്ലാതാക്കാൻ ഗവൺമെന്റ് ആത്മാർത്ഥമായി ശ്രമിച്ചേ മതിയാവും. ഒരു ഭരണകൂടവും ഒരു പോലീസും 24 മണിക്കൂർ കൊണ്ട് അവരുടെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ സോഴ്സുകൾ കണ്ടുപിടിച്ച് നിർത്താൻ കഴിയും. അതാണ് ഏറ്റവും നമുക്ക് നടത്താൻ കഴിയുന്നത്. എന്താണ്? ബോധവൽക്കരണ നടപടികൾ. വാസ്തവത്തിൽ ഞാൻ ഈ പദ്ധതി ആരംഭിച്ച ശേഷം ധാരാളം അമ്മമാര് അവരാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരവധി കത്തുകൾ അവരയക്കുന്നു. കേരളീയ സമൂഹത്തിൽ നേരിടുന്ന ഈ ഗുരുതരമായ രാസലഹരിയുടെ വ്യാപനം തടയാൻ വേണ്ടി നമുക്ക് എല്ലാവരും കൂട്ടായി ശ്രമിക്കണം. നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട്, മലയാളികളായ നിങ്ങൾ കേരളത്തിൻ്റെ അംബാസഡർമാരാണ്. നിങ്ങൾക്ക് കേരളത്തിൽ ഈ ലഹരി പടർന്നു പിടിക്കുന്നതിനെതിരെ നിങ്ങൾക്ക് എല്ലാവരോടും നിങ്ങളുടെ ഇടപെടലുകൾ നടത്തി അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഇങ്ങനെ കേരളം ഇന്ന് വലിയൊരു പ്രതിസന്ധിയാണ് ഈ കാര്യത്തിൽ നേരിടുന്നത്. അതുകൊണ്ട് വേൾഡ് മലയാളി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ നോ ടു ഡ്രഗ്സ് എന്ന ഈ പദ്ധതി ആരംഭിച്ചതാണ്. ഇന്ന് മലയാളികൾ, കേരളം ഇന്നിപ്പോൾ ഏതാണ്ടൊരു വൃദ്ധ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കും. ചെറുപ്പക്കാർ വളരെ ചെറുപ്പക്കാരായ ആളുകളില്ലാതെ പ്രായം ചെന്ന ആളുകൾ മാത്രമായ ഒരു സംസ്ഥാനമായി മാറുന്നു എന്നത് ഗൗരവമായി നമ്മൾ കണക്കാക്കേണ്ടതാണ്. അതിൻ്റെ കാരണം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്നു. TP അന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ചെയർമാനായിരുന്ന കാലഘട്ടം വിദേശ യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ വരാൻ വേണ്ടി നടത്തിയ ഒരു വിജയിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ നിന്ന് കുട്ടികൾ കൂട്ടത്തോടെ പലായനം ചെയ്യുമായിരുന്നു. കാരണം കേരളത്തിലുള്ള സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല, DC-മാരില്ല, രജിസ്ട്രാറില്ല. ആകെ ഗവർണറും ഗവൺമെന്റും തമ്മിൽ പോരടിച്ച് ഉന്നത വിദ്യാഭ്യാസ തകരാറിലായി. കുട്ടികൾ വിദേശത്ത് പോകുന്ന എന്തിനാണ്? നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി ലഭിക്കാൻ, ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ. അമേരിക്കയിൽ 5000-ഓളം നല്ല യൂണിവേഴ്സിറ്റികൾ ഉള്ളതാണ്. കാരണം വിദ്യാർത്ഥികൾക്കുടെ അഭിരുചിക്കനുസരിച്ചുള്ള പഠനം
നൽകാൻ കഴിയുന്ന യൂണിവേഴ്സിറ്റികൾ ഉള്ളതുകൊണ്ടാണ് ഇവരങ്ങോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കുട്ടികളെ അയക്കുന്ന ഒരു ഏജൻസിയുടെ ആളിനെ കണ്ടു. 5000 പേരെയാണ് 7000 പേരെയാണ് കാനഡയിൽ മറ്റു സ്ഥലങ്ങളിൽ കയറ്റി അയക്കുന്നത് ഒരു മാസം. ഈ കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് 6 മാസം സൂര്യപ്രകാശം പോലും കാണാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ ഉറങ്ങാനോ താമസിക്കാനോ സ്ഥലമില്ലാതെ കാനഡയിലും ജർമ്മനിയിലും ഒക്കെ കഷ്ടപ്പെടുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് TP ശ്രീനിവാസൻ ആരംഭിച്ച പദ്ധതി നടപ്പായിരുന്നെങ്കിൽ ഇതുണ്ടാകുമായിരുന്നില്ല എന്നതാണ്. എന്തായാലും നിശ്ചയദാർഢ്യത്തോടെ വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാനും കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കാനും മാന്യമായ ശമ്പളം കിട്ടുന്ന ജോലികൾ ഉറപ്പുവരുത്താനും കേരളത്തിന് കഴിയുന്നില്ല എങ്കിൽ ഇനിയും നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പലായനം ചെയ്യും എന്ന കാര്യത്തിൽ. അപ്പൊ അത് നിരാശ ബാധിച്ചാണ് കുട്ടികൾ മയക്കുമരുന്നിലേക്ക് പോകും, രാസലഹരിയുടെ പിടിയിലേക്ക് അമരുന്നു. അമ്മയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ അതിക്രമങ്ങളും പലതരത്തിലുള്ള സംഘർഷങ്ങളും വർദ്ധിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ അമ്മയെ മകൻ കൊന്നിട്ട് പറയാം, നിങ്ങൾ എനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യുന്നു. ഇന്ന് കേരളത്തിൽ നടക്കുന്ന അക്രമങ്ങളിൽ, കൊലപാതകങ്ങളിൽ ഒരു വലിയ ശതമാനവും ലഹരിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ ആവശ്യമായി വന്നത്. കേരളത്തെ രക്ഷിക്കാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കണം. നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കണം, അവരോട് കാര്യങ്ങൾ പറയണം. അവരെ ഇപ്പം സ്കൂളുകളിൽ അധ്യാപകർക്ക് പോലും കുട്ടികളെ വഴക്ക് പറയാൻ പറ്റില്ല. ഇതാണ് സ്ഥിതി. പണ്ടൊക്കെ നമ്മൾ അധ്യാപകരെ കണ്ടാൽ നമ്മൾ പേടിക്കുമായിരുന്നു. ഏതെങ്കിലും കുട്ടിയോട് കണ്ണുരുട്ടി കാണിച്ചാൽ അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും അതോടൊപ്പം തന്നെ ചൈൽഡ് കമ്മീഷനും ഒക്കെ ഇടപെട്ട് അധ്യാപകരെ പേരിൽ നടപടിയെടുക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത് ഒരു വലിയ പ്രതിസന്ധിയാണ്, ഒരു സാമൂഹിക പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അധ്യാപകന് കുട്ടിയെ വഴക്ക് പറയാൻ കഴിയുന്നില്ല. അധ്യാപകന്റെ മുമ്പിൽ വെച്ച് കുട്ടി ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അവനെ വഴക്ക് പറയാൻ കഴിയും. ആ ഒരു അവസ്ഥ വലിയ തെറ്റായ നടപടിയാണ്. അതിനെതിരായി സമൂഹ മനസാക്ഷി ഉണരണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഈ വേൾഡ് മലയാളി കൗൺസിലിന്റെ ഈ ഒരു നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനത്തിന് എല്ലാവിധ ആവുകങ്ങളും നടന്നുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സോമതീരം പ്രസിഡന്റായിട്ടുള്ള ഈ പരിപാടി ഐസക് പട്ടാണിപ്പറമ്പിൽ CA ബിജുവും അതോടൊപ്പം തന്നെ ധോണി കുരുവിളയും മറ്റ് സഹപ്രവർത്തകന്മാരും ചേർന്നുള്ള ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. നമസ്കാരം. ജയ്. രമേശ് ജി, വേദിയിലുള്ള മറ്റ് ശിഷ്യവിദ്യകളെ, മലയാളി കൗൺസിലിൻ്റെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇന്നലെ മുതൽ ഞങ്ങൾ പറയുമായിരുന്നു രമേശ് ജി വരുന്നുണ്ട് പറയുമായിരുന്നു. ഞങ്ങളിന്ന് രാവിലെയും ഞങ്ങൾ സംസാരിച്ചപ്പോൾ എത്തുമെന്ന് എന്നോട് ചോദിച്ചു. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ധാരാളമായി നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള രമേശ് ജി ഒത്തിരി പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു. വന്നതിലുള്ള നന്ദി വേൾഡ് മലയാളി കൗൺസിലിന് വേണ്ടി അറിയിക്കുന്നു. ഞങ്ങൾക്ക് തരുന്ന പ്രചോദനം, ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ, ധാരാളം വിധത്തിലുള്ള പ്രസംഗങ്ങൾ കോളേജ് മുതൽ സ്ഥിരമായി കേൾക്കുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. താങ്ക് യു വെരി മച്ച് രമേശ് ജി വന്നതിന്. താങ്ക് യു.